എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കേട്ടോ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു രവീന്ദ്രനെ അന്വേഷിച്ച് മധുസൂദനം വരുന്നുണ്ട്. പിന്നീട് ശ്രീകാന്തിന്റെയും വർഷയുടെയും പ്രണയത്തെക്കുറിച്ചൊക്കെ പറയണം. അതിനുശേഷം രവീന്ദ്രൻ ഭീഷണിപ്പെടുത്തി, മര്യാദയ്ക്ക് നിന്റെ മകനെ പറഞ്ഞു നിർത്തിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറയാ. ഇത് കേട്ടപ്പോ മധുസൂദനൻ പറഞ്ഞു ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, അല്ല നീ ഇതെന്തിനാ എന്നോട് ഇങ്ങനെ പറയണേ? ആദ്യം നീ നിന്റെ മോളോട് പോയി പറ, അവൾ ആദ്യം മര്യാദയ്ക്ക് നിർത്ത, എന്നിട്ട് മതി എന്റെ മോനോട്. പിന്നെ എന്റെ മോനോട് ഞാൻ പറഞ്ഞാല് അവൻ അനുസരിച്ചോളൂ. പക്ഷേങ്കിൽ നിന്റെ മോളെ പറഞ്ഞ് മനസ്സിലാക്കാനോ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് ആദ്യം നീ നിന്റെ വീട്ടിൽ പോയി പറ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മധുസൂദൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മധുസൂദൻ പറഞ്ഞു, നിനക്ക് 2-3 ആൺകുട്ടികളായതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നേ? നിനക്കൊരു പെണ്ണുണ്ടായിരുന്നെങ്കിൽ, ഒരു പെൺകുട്ടി വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു പറയാം. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അതെ എന്റെ വീട്ടിലുണ്ട് പെൺകുട്ടികൾ, ആരാന്നറിയോ? മരുമക്കളായിട്ട് കയറി വന്നവരെ. അതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. ഇനി കൂടുതലൊന്നും നീ പറയണ്ട, പറഞ്ഞു കേട്ടല്ലോ. ആദ്യം നീ നിന്റെ മോളെ പോയി നേരെയാക്ക്, എന്നിട്ട് മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് രവീന്ദ്രൻ വീട്ടിലേക്ക് പോരുക. അങ്ങനെ രവീന്ദ്രൻ വീട്ടിൽ വന്ന സമയത്ത് രേവതി സച്ചി മുറിയിലുണ്ടായിരുന്നു. അത് സച്ചി ഓട്ടോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ അങ്ങോട്ട് വരുവാണ്. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, അതെ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണെന്ന് പറയാം. അല്ല നിങ്ങളുടെ അമ്മ എന്തിയെ? അമ്മ താഴെ മുറിയിലുണ്ട്. എന്നാൽ ശരി, അവളെ വിളിക്കുകയൊന്നും വേണ്ട, അവളെ കേൾക്കുകയും വേണ്ടെന്ന് പറഞ്ഞിട്ട് കഥ അങ്ങ് അടയ്ക്കുവാണ്. ഈ സമയം രേവതിക്ക് സച്ചിക്ക് തോന്നി എന്തോ വലിയ പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാ അച്ഛൻ വന്നിരിക്കുന്നേ. എന്താ അച്ഛാ, എന്താ കാര്യം? എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. അതെ ഒരു പ്രശ്നമുണ്ട്, എന്നെ ആ മധുസൂദനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും. അല്ല അങ്ങനെ എന്തിനാ അച്ഛനെ വിളിക്കുന്നേ? ഇനിയിപ്പോ ആ പെൻഷന്റെ കാര്യത്തില് ഇനി എന്തേലും പുതിയ അടവുകളുമായിട്ട് അയാൾ ഇറങ്ങി വെച്ചാന്ന് ചോദിക്കാം. അതിനൊന്നും അല്ല, ശ്രീകാന്തിനെ കുറിച്ച് പറയാനെന്ന് പറയാ. ശ്രീകാന്തിനെ കുറിച്ചോ? അതെ ശ്രീകാന്തും അവരുടെ മോള് വർഷം തമ്മിൽ എന്ത് പ്രണയത്തിലാന്നോ, അതുകൊണ്ട് ശ്രീകാന്തിനെ നമ്മൾ പറഞ്ഞ് വിലക്കണോന്ന് പോലും. വർഷയ്ക്ക് പുതിയ കല്യാണമൊക്കെ വന്നിട്ടുണ്ടെന്ന്, അതുകൊണ്ട് അവനെ പറഞ്ഞ് തിരുത്തണം എന്നൊക്കെ. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അവര് തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളെന്ന് പറയാം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ഞാനും അയാളോട് അങ്ങനെ പറഞ്ഞേ, ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളെന്ന്. ഇതിനു മുമ്പ് അയാൾ എന്നോടൊന്ന് പറഞ്ഞ, അന്ന് ഞാൻ ശ്രീകാന്തിനെ വിളിച്ചു ചോദിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞ എന്താ, ഞാനും വർഷം തമ്മിൽ വേറൊരു ബന്ധമില്ല, ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളെന്ന്. അന്നേ ഞാൻ അവനോട് പറഞ്ഞ, ഇനി കൂടുതൽ ഇനി ആ പെൺകുട്ടിയായിട്ട് അടുക്കാനോ സംസാരിക്കാനോ ഒന്നും പോകണ്ടെന്ന്. പക്ഷേങ്കിൽ ഇപ്പോഴെന്തോ വീണ്ടും അയാൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ വന്നിരിക്കുവാന്ന് പറയാം. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അച്ഛാ ഇത് എനിക്കറിയാവുന്ന കാര്യമായിരുന്നു പറയാം. നിനക്കറിയായിരുന്നു? അതെ, ശ്രീകാന്തും വർഷം തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എനിക്കറിയില്ല, അവർ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ, അതിനപ്പുറം ഒന്നും അറിയത്തില്ല. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറയുകയും ചെയ്താ, നമുക്ക് ചേരുന്ന ബന്ധമല്ല, ഒരിക്കലും അവരുമായിട്ട് അധികം കൂട്ടൊന്നും പോകണ്ടെന്ന്. പക്ഷെ അതൊന്നും അന്ന് അവൻ എന്നോട് പറഞ്ഞ എന്താണെന്നറിയോ, ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ളെന്നാ. ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു, അവനും എന്നോട് ഇങ്ങനെ തന്നെയാ പറഞ്ഞെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാ, നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാൻ പറയാണ്. സച്ചു പറഞ്ഞു, അല്ല ഞാൻ എന്ത് ചെയ്യാനാ, ഒരു കാര്യം ചെയ്യാം, ആ മധുസൂദനെ ഒന്ന് പോയി കാണട്ടെ, അവൻ എന്തിന്റെ കേടാന്ന് എനിക്കിന്ന് അറിഞ്ഞിട്ടോ കാര്യമുള്ളെന്ന് പറയാം. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നീ തല്ലിനും വഴക്കിനൊന്നും പോകണ്ട കേട്ടോ. ഇപ്പൊ മധുസൂദനോട് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് ഒരു പ്രയോജനമില്ല. നീ ഒരു കാര്യം ചെയ്യുക, ശ്രീകാന്ത് വന്നു കഴിയുമ്പോ ശ്രീകാന്തിനോട് പറ കാര്യങ്ങളൊക്കെ, അവനെ പറഞ്ഞു തിരുത്താൻ നോക്ക്. ഇനിയിപ്പൊ ആ പെൺകുട്ടിയായിട്ട് ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, അതിനേക്കാൾ ഉപരി മറ്റൊരു ബന്ധം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്താവുന്നല്ലേ ഉള്ളെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം രേവതി, അത് ശരിയാ അച്ഛൻ പറഞ്ഞ്, അങ്ങനെ ചെയ്താൽ മതി സച്ചേട്ടാ, വെറുതെ എടുത്തിയാടിപ്പോ ഒരു തീരുമാനം എടുക്കണ്ടെന്ന് പറയാം. അറിയാലോ, ഒരു കാരണവശാലും ആ കുടുംബമായിട്ട് നമുക്കൊരു ബന്ധം പിടിക്കാൻ പറ്റുന്നതല്ല, അയാള് അങ്ങനത്തെ ഒരുത്തനാ. അത് മാത്രമല്ല, ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീട്ടിൽ കൊണ്ട് നിർത്താൻ പറ്റുമോ? അയാൾ ഒരിക്കലെങ്കിലും അത് ആ ബന്ധത്തെ അംഗീകരിക്കാനും പോകുന്നില്ല. ഇതെങ്ങാനും ഇനിയിപ്പോ പ്രണയമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മിക്കവാറും നമ്മുടെ ശ്രീകാന്തിനെ ഇല്ലാതാക്കാൻ പോലും മടിക്കത്തില്ലാത്തവരാ, അത്രയ്ക്കൊരു വൃത്തികെട്ടാനാന്ന് പറയാം. ഇത് കേട്ടപ്പോ സച്ചു പറഞ്ഞു, എന്റെ അച്ഛാ അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, അച്ഛൻ ധൈര്യമായിട്ട് പോക്കോ, ഞാനെല്ലാം നോക്കിക്കോളാന്ന് പറയാണ്. അങ്ങനെ രവീന്ദ്രൻ പോയി കഴിഞ്ഞപ്പോ രേവതിയോട് പറഞ്ഞു, കേട്ടില്ലേ ഇപ്പൊ ഒന്ന് പറഞ്ഞിട്ട് പോയത്, ഇതാ നിന്നോട് അന്ന് ഞാൻ പറഞ്ഞത്, ശ്രീകാന്തിന് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുന്നത്. നിന്റെ ദേവുവിനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നിന്റെ അമ്മയ്ക്ക് നിനക്കൊന്നും സമ്മതമല്ലായിരുന്നു ഈ വീട്ടിലേക്ക് വിടാനായിട്ട്. അങ്ങനെയാണ് ഈ പ്രശ്നം അങ്ങോട്ട് സോൾവ് ആയി പോയനും. എനിക്ക് നല്ല സംശയമുണ്ട് ശ്രീകാന്തും വർഷയും തമ്മിൽ ഇഷ്ടത്തിലാണോന്ന്. രേവതി പറഞ്ഞാണെങ്കിൽ എന്താ, അവർ രണ്ടുപേരും നല്ല ജോഡികളല്ലേ, ഇഷ്ടത്തിലാണെങ്കിൽ അവർ രണ്ടുപേരും ഒന്നിക്കിട്ടെ എന്ന് പറയണം. ഒരക്ഷരം മിണ്ടിപ്പോയേക്കല്ലേ. അതെ എന്റെ അച്ഛനെ ധിക്കരിച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് ഈ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നില്ല.
എൻ്റെ അച്ഛനെ അംഗീകരിക്കുന്നവർ മാത്രം ഈ കുടുംബത്തിലേക്ക് വന്നാൽ മതി. അത് മാത്രമല്ല, അവനും അവളും കൂടെ ഒരിക്കലും ചേരത്തില്ല എന്ന് പറയാം. രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലുള്ളവരാ. എങ്ങനെയാ പെൺകുട്ടിയുടെ സ്വഭാവം എന്ന് അറിയത്തില്ലെന്ന് പറയാം. രേവതി പറഞ്ഞു, ഏയ് ഞാൻ കണ്ടിടത്തോളം അവള് നല്ല പെൺകുട്ടിയാന്ന് പറയാം. അത് നീ പറയുന്നല്ലേ ഉള്ളൂ. ശ്രീകാന്ത് ഇങ്ങോട്ട് വരട്ടെ, അവനെ കാണണമെന്നൊക്കെ പറയണം. ഈ സമയം ശ്രീകാന്ത് ദേവുവിനെ വിളിക്കുകയാണ്. ശ്രീകാന്തിന് മനസ്സിൽ ടെൻഷനാ. കാരണം വർഷ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് 2 ദിവസത്തിനുള്ള കല്യാണം നടക്കണം, അല്ലെങ്കിൽ 15-ാം തീയതി എന്റെ മാര്യേജാ, അതിനു മുമ്പ് കല്യാണം നടക്കണമെന്ന്, ഇല്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ടെൻഷനിൽ ആരോട് പറയും, എങ്ങനെ പറയും, ഈ പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ദേവുവിനെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ ദേവുവിനെ വിളിക്കുകയാണ്. ഇത് സമയം ദേവു പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ശ്രീകാന്തിന്റെ ഫോൺ കണ്ടപ്പോൾ എടുത്തു. എന്ത് പറ്റി, പതിവില്ലാത്തത്, ഇങ്ങനെ കോളൊന്നും വരുന്നല്ലോ, നമ്പർ തെറ്റി വിളിച്ചാണെന്ന് ചോദിക്കും. അല്ല, ഞാൻ ദേവുവിനെ തന്നെ വിളിച്ചാന്ന് പറയാം. എന്താ കാര്യം? എനിക്ക് ദേവുവിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയാം. അത്യാവശ്യമായിട്ട് കാണാനോ? എന്തിനാ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അന്നാ ഇപ്പൊ ഫോണിൽ കൂടെ പറഞ്ഞോ? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല, നേരിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാ. കുറെ സമയം ആലോചിച്ച് ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തേ. ഇനിയിപ്പോൾ അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയണം ദേവുവിനോട്. എന്താ? അല്ല, എന്തിനെ കുറിച്ചാ? അങ്ങനെ എന്തേലും? അത് കേട്ടപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യുക, ദേവു എൻ്റെ അടുത്തേക്ക് വാ. ഇനിയിപ്പോ ശ്രുതിനെ കുറിച്ചുള്ള ലവിനെ കുറിച്ചായിരിക്കുമല്ലേ, അതൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. പിന്നീട് ശ്രീകാന്തിന് ആ പടം അസ്വസ്ഥയെ. ഇങ്ങനെ ശ്രീകാന്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുന്ന സമയത്ത് ദേവു അങ്ങോട്ട് വരുവാണ്. ദേവുവിനെ കണ്ട് ശ്രീകാന്ത് ഓടിച്ചെന്നു. ദേവു പറഞ്ഞു, എന്താ? എന്നോട് എന്തോ സംസാരിക്കാനുള്ളെന്ന് പറഞ്ഞേ. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, കുറെ ഞാൻ ആലോചിച്ചു, ഇനിയിപ്പോൾ പറയാ എന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി. അല്ലെങ്കിലും ആദ്യമേ തന്നെ ഇത് പറയേണ്ടതായിരുന്നു. ആദ്യം പറയുമായിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു പറയാം. ദേവുവിന് ആ ടെൻഷൻ. ദൈവമേ, ഇനിയിപ്പോൾ തന്നോട് വല്ല ഇഷ്ടം എന്തെങ്കിലും പറയാൻ പോവാണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ആകെപ്പാടെ പെട്ടല്ലോ എൻ്റെ ഭഗവാൻ എന്നൊരു വെപ്രാളം ദേവുവിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, പറയുന്നുണ്ട് എന്നോടൊന്നും തോന്നരുത്, വിരോധമൊന്നും തോന്നരുതെന്ന് പറയാം. ദേവ് പറഞ്ഞു, എനിക്കൊന്നും തോന്നത്തില്ല, ഒന്ന് പറയാവോ? കാര്യം എന്താന്ന് പറയാമെന്ന് ചോദിക്കാം. അതെ, ഞാൻ ശ്രുതിയും തമ്മിൽ പ്രണയത്തിലാന്ന് പറയാം. ഇത് കേട്ടൻ ദേവു ഒറ്റ ചിരിയായിരുന്നു. അപ്പോഴാ ദേവിന് ശരിക്കും ശ്വാസം വീണ്. ഇതാണ് അത്ര വലിയ കാര്യം, ഇതെനിക്ക് അറിയാവുന്ന കാര്യമല്ലായിരുന്നോ? അതല്ല പ്രശ്നം, പിന്നെന്താ? അതിപ്പോ ആകെപ്പാടെ പ്രശ്നമായേക്കുക. അവളുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേറെ കല്യാണം ആലോചിച്ചു. എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ദേവ് പറഞ്ഞു, അപ്പൊ ആകെ പ്രശ്നമല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അല്ല, സച്ചേട്ടന് ഇക്കാര്യം അറിയാവോ? സച്ചേട്ടൻ അറിയത്തില്ല. സച്ചേട്ടന് ഒരു തവണ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചാ, അപ്പൊ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിടുകയോ ചെയ്തേ. ഇതിനെക്കുറിച്ച് അങ്ങനെ സച്ചേട്ടനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, എന്നെ വീട്ടിൽ നിന്ന് വരെ മിക്കവാറും ഇറക്കി വിടുമെന്ന് പറയാണ്. ഈ സമയം ദേവു പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദേവു, നിനക്ക് മാത്രം എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. എനിക്കോ? ഞാനെങ്ങനെയാ സഹായിക്കുന്നേ? എന്നെ കൊണ്ട് അങ്ങനെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. പ്ലീസ്, എന്നെ എങ്ങനെയൊന്ന് സഹായിക്കണം എന്ന് പറയാം. ഞാൻ എങ്ങനെ സഹായിക്കാനാ? നീ ഒന്ന് ഓർത്ത് വയ്ക്കേ. ഈ തവണ ഒറ്റ തവണ നിന്റെ ചേച്ചിനെയൊക്കെ രക്ഷിച്ചതാരാ? അവളല്ലേ, വർഷയല്ലേ വന്ന് രക്ഷിച്ച? അന്ന് പോലീസ് സ്റ്റേഷനിൽ കിടന്ന സമയത്ത് വർഷം വന്നോണ്ടല്ലേ സച്ചേട്ടനെ ആളും രക്ഷിക്കാനൊക്കെ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് നീ ഒരു ഉപകാരം ചെയ്യണം. എത്രയാന്ന് പറഞ്ഞാലും ഞങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറയാം. പെട്ടെന്ന് ദേവിച്ചു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വരെ നിങ്ങളെ സഹായിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചേട്ടനൊക്കെ എന്താ പറയുന്നത് പോലും അറിയാൻ പറ്റില്ല. പിന്നെ എനിക്ക് ആ വീട്ടിലേക്ക് കാല് കുത്താൻ പറ്റുമെന്ന് ചോദിക്കാം. കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് വേറെ ആരോടും പോയി പറയാൻ പറ്റില്ല. നീ അല്ലേ എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മാത്രം പറയണേന്ന് പറയാം. അല്ല, കാര്യം പറ, എന്താ? അത് പിന്നെ അത് വർഷയുടെ അടുത്ത് നീ ചെല്ലണമെന്ന് പറയണ. ഞാനാ? നീ ചെന്ന് അവളുടെ ഫ്രണ്ടായിട്ട് ചെല്ലണമെന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് ദേവ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ദേവ് എന്ത് ചെയ്യണം, സൈക്കിൾ എടുത്തോളം ദേവും കൂടെ പോവാണ്. പെട്ടെന്ന് പുറകെ ചെന്നിട്ട് ആ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദൈവത്തെ ഓർത്ത് നീ ചതിക്കരുത്. നിന്നോടല്ലാതെ വേറെ ആരോടും എൻ്റെ ഈ സങ്കടങ്ങൾ പറയാൻ പറ്റില്ല. സഹായിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു ഛേദമില്ലാത്ത ഉപകാരമല്ലേ? 2 പ്രണയിക്കുന്ന മനസ്സുകൾ തമ്മിൽ ഒന്നാൻ വേണ്ടിയിട്ടല്ലേ? നീ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ പറയാം. അവസാനം ദേവുവിന് സമ്മതിക്കേണ്ടി വന്നു. ദേവനോട് പിന്നെ ശ്രീകാന്ത് എന്താ ചെയ്യണ്ടേ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം കേട്ടിഞ്ഞപ്പോൾ ദേവ് പറഞ്ഞു, ഇപ്പൊ തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട്, നീ ഒന്ന് പേടിക്കാതിരിക്കെ, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. ഇനിയിപ്പോൾ നിനക്ക് അത്ര പേടിയാണ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ വർഷാനെ വിളിക്കാന്ന് പറയണം. അങ്ങനെ വർഷാനെ വിളിക്കുവാണ്. പിന്നീട് വർഷ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ദേവുവിൻ്റെ ഫോൺ കൊടുക്കാൻ പറയണം. അങ്ങനെ ദേവുവിൻ്റെയിലേക്ക് ഫോൺ കൊടുത്തു. ദേവുവിനോട് പറഞ്ഞു, വർഷ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഞാൻ പറയുന്ന പോലെ മാത്രം ചെയ്താൽ മതി. ഇവിടെ വന്നിട്ട് എന്താ പറയണ്ടേ, എങ്ങനെ പറയണ്ടൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞുതരാം. അല്ല, ഞാൻ എന്തും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി വരുന്നേ? എൻ്റെ ഫ്രണ്ടാന്ന്. ഏത് ഫ്രണ്ട്? കോളേജിലെ ഫ്രണ്ടാന്ന് പറയണ്ട, അല്ലെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ഫ്രണ്ടാന്ന് പറയണ്ട. അവരെയൊക്കെ അച്ഛനും അമ്മയ്ക്കും അറിയാം. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തെ ഫ്രണ്ടാന്ന് മാത്രം പറഞ്ഞ് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം.
ശരി സമ്മതിച്ചെന്ന് പറയാണ്. അങ്ങനെ ശ്രീകാന്തിന്റെ യാത്രയൊക്കെ പറഞ്ഞ് ദേവു അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിക്കാണ് ദേവു തന്റെ 2 ഫ്രണ്ട്സിനെ കാണുന്നത്. അപ്പൊ ദേവുവിനെ കണ്ടതും പെട്ടെന്ന് അവർ നിർത്തി. നിന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു പറയാ. ദേവു ചോദിച്ചു എന്താ വിശേഷം? അതെ എന്റെ കല്യാണം എന്ന് പറയാണ്. കല്യാണോ എന്ന്? ഇതേ 2 ദിവസത്തിനുള്ള എന്റെ കല്യാണം ഉണ്ട്. നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാന്ന് പറയണ. ഇച്ചിരി ലേറ്റ് ആയിട്ട് വിളിച്ചത് ക്ഷമിക്കണോട്ടോ എന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ലാന്ന് പറയണ. പിന്നീട് കല്യാണക്കുറിയൊക്കെ കൈമാറുക. ദേ താമസ വിളിച്ചെന്നോർത്ത് നീ വരാതിരിക്കുകയും ചെയ്യില്ല കേട്ടോ എന്ന് പറയണം. ദേ ഉറപ്പായിട്ട് ഞാൻ വന്നേക്കൂന്ന് പറയണ. പിന്നീട് ദേവു ആ കുറിയൊക്കെ ആയിട്ടാണ് വർഷയുടെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഗേറ്റ് കിടന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേനും നല്ലൊരു വിറയലുണ്ടായിരുന്നു. എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അവരെങ്ങാനും പിടിച്ചിട്ടുണ്ട് അതോടുകൂടി തീർന്നു. അങ്ങനെ ടെൻഷനോടുകൂടി അങ്ങോട്ട് ഇന്ന് കോളിംഗ് ബെല്ല് അടിക്കുവാണ്. ഈ സമയത്ത് മഹിമയാണ് വന്നത് വാതിൽ തുറന്നേ. അതെ സെയിൽസ് ഗേളാണോ? ഇവിടെ ഒന്നും വാങ്ങിക്കാനൊന്നും ഇല്ലെന്ന് പറയാണ് ഇപ്പം. അതല്ല ആന്റി എന്ന് പറയണേ. പിന്നെയോ? പിന്നെ എന്തിനു വന്നാ? എന്തേലും പിരിവിന് വേണ്ടി വന്നാണോ? അത് പിരിവൊന്നും ഇവിടെ തരാൻ പറ്റില്ലെന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു ആന്റി അതിനൊന്നും വന്നല്ല ഞാൻ. പിന്നെ എന്താ? ഞാൻ വർഷയുടെ ഫ്രണ്ടാന്ന് പറയണം. വർഷയുടെ ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? ഇങ്ങനെയുള്ള ഫ്രണ്ടോ? ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉള്ളതായിട്ട് അവളെന്നോട് പറഞ്ഞിട്ടില്ലോ. എവിടെയാ? കോളേജിൽ പഠിക്കുമ്പോഴത്തേണോ? അല്ല വർക്ക് ചെയ്യുന്നിടത്തെ. അതുമല്ല ഞങ്ങൾ ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാന്ന് പറയണം. ഇത് കേട്ട അകത്തുനിന്ന് മധുസൂദൻ പറഞ്ഞു ഫ്രണ്ടല്ലേ അവിടെ അകത്തേക്ക് കൊണ്ടുവരാൻ പറയണം. അങ്ങനെ ദൈവം അങ്ങോട്ട് അകത്തേക്ക് കയറുവാണ്. മധുസൂദൻ ചോദിച്ചു അല്ല ഇപ്പൊ എന്താ അവളെ കാണാൻ വേണ്ടി വന്നേ? അല്ല ഞങ്ങൾ ഫ്രണ്ട്സാ. അപ്പൊ എനിക്ക് അവളോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയാ. ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ മധുസൂദൻ പറഞ്ഞു മഹിമയോട് ഒരു കാര്യം ചെയ്യാം, അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ്. അങ്ങനെ മഹിമ വർഷേനെ വിളിക്കാണ്ട് കയറി ചെല്ലുവാണ്. വർഷേനെ വിളിക്കാൻ നമ്മൾ വർഷ ആകപ്പാടെ മുഖം വീർപ്പിച്ച മട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അതെ നിന്നെ കാണാൻ എൻ്റെ ഒരു ഫ്രണ്ട് താഴെ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? അതൊന്നും എനിക്കറിയത്തില്ല, നീ താഴേക്ക് വരാൻ പറയാണ്. അങ്ങനെ വർഷ വന്നു. അപ്പോൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തേക്കുന്ന കാര്യങ്ങളാണല്ലോ. പെട്ടെന്ന് ദേവരെ കണ്ടത് വർഷ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മധുസൂദനും മഹിമയ്ക്ക് മനസ്സിലായി ഇത് ഫ്രണ്ട് തന്നെയാണ്, അതുകൊണ്ടാണല്ലോ നല്ല പരിചയം ഉള്ളതാനും. മഹിമ ചോദിച്ചു അല്ല ഈ ഫ്രണ്ടിന് മുമ്പ് കണ്ടിട്ടില്ലോ എന്ന് ചോദിക്കുകയാണ്. ഓഹോ അപ്പൊ അമ്മയ്ക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും അറിയാമെന്ന് ചോദിക്കുക. അല്ല നിന്റെ കോളേജിലെ ഇപ്പൊ നിന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഫ്രണ്ട്സിനെയൊക്കെ അറിയാം, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാ. ഇത് എൻ്റെ കൂടെ ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചാന്ന് പറയാണ്. ബാ നമുക്ക് അകത്തേക്ക് കയറിപ്പോ, അവിടെ മുറിയിലിരുന്ന് സംസാരിക്കാന്നും പറഞ്ഞിട്ട് അവളെയും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പൊ മധുസൂദനും മഹിമയും പരസ്പരം നോക്കുന്നുണ്ട്. എന്നാലും ഈ ഫ്രണ്ട് ഇത് ഏതാ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറയും. മധുസൂദൻ പറഞ്ഞു ഫ്രണ്ട്സ് അല്ലേ, അതിനിപ്പോ എന്താ അവർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ വർഷയോട് ദൈവം പറഞ്ഞു എനിക്ക് ആകെപ്പാട് ടെൻഷനായിരുന്നു, എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു. ദൈവമേ എൻ്റെ കൈയും കാലും എല്ലാം മറിച്ചു. അവർ ഓരോന്ന് ചോദിച്ചു കഴിയുമ്പോൾ എങ്ങാനും എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നില്ലെന്ന് ചോദിക്കുക. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞാനില്ല കൂടെ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ഇതൊക്കെ പറയും, പിടിക്കപ്പെട്ടാൽ അറിയാന്ന് പറയാണ്. അല്ല എന്താ ശ്രീകാന്തിന്റെ പ്ലാൻ, എന്തേലും പറഞ്ഞോ? എന്ത് ചെയ്യാനെന്ന് വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ദേവ് പറഞ്ഞു എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. 2 ദിവസത്തിനുള്ളിൽ തന്നെ മാരേജ് നടത്തണമെന്നാ പറഞ്ഞേ. വർഷം ശരിയാ, അതിനുള്ളിൽ നടത്തിയില്ലെങ്കിൽ എനിക്കിനി ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ലെന്ന് പറയാം. പിന്നീട് പറഞ്ഞു എങ്ങനെയാലും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണമെന്ന് പറയാം കല്യാണം നടത്താനായിട്ട്. ദേവു ഞങ്ങളോടൊപ്പം നിൽക്കണം. ദേവ് പറഞ്ഞു എനിക്കത് നല്ല പേടിയാവുന്നുണ്ട്, ഒരു പക്ഷേ ഇത് വീട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നങ്ങളാണ് നടക്കാൻ പോകണമെന്ന് അറിയാമെന്ന് ചോദിക്കാം. തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരിടത്തും അറിയാനായിട്ട് പോകുന്നില്ല, എനിക്ക് ഇവിടുന്ന് ആദ്യം പുറത്ത് കിടക്കണം. പുറത്ത് കിടന്നാൽ മാത്രമേ കാര്യമുള്ളൂ. 2 ദിവസത്തിനുള്ളത് നടക്കുകയും ചെയ്യണം. പുറത്ത് കിടന്നാലോ ശ്രീകാന്തുമായിട്ടുള്ള വിവാഹം നടക്കുള്ളൂ എന്ന് പറയാം. ഈ സമയം ദേവി ചോദിച്ചാൽ അതെങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. അപ്പോഴാണ് വർഷ ദേവുവിന്റെ കയ്യിലൊരു കല്യാണക്കുറി ഇരിക്കുന്നുണ്ട്. അല്ല ഇതെന്താന്ന് ചോദിക്കണം. ഇതൊരു എൻ്റെ ഫ്രണ്ടിന്റെ ഒരു കല്യാണക്കുറി എന്ന് പറയും, കാണിച്ച് നോക്കട്ടെ എന്ന് പറയണേ. അങ്ങനെ ഇത് വാങ്ങിച്ചു നോക്കി. ആഹാ 2 ദിവസത്തിലുള്ള കല്യാണം ഉണ്ടല്ലേ എന്ന് ചോദിക്കുക. അതെ ഉണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കല്യാണം തന്നെ നമുക്കൊരു ഇതാക്കി എടുത്തേക്കാന്ന്, മറയാക്കി എടുത്തേക്കാന്ന് പറയണം. കല്യാണം മറയാക്കി എടുക്കാനാ? അതെ. അതെങ്ങനെ ശരിയാവും? അതെ ഈ കല്യാണക്കുറി ദേവുവിൻ്റെയാണ്. അപ്പൊ ദേവു എന്നെ കല്യാണം വിളിക്കാൻ വേണ്ടി വന്നേക്കുന്ന. അങ്ങനെ കല്യാണത്തിന് ഞാൻ ദേവുവിനെ കാണാൻ വരുന്നു, അവിടുന്ന് നമ്മൾ മുങ്ങുന്നു. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അല്ല അത് പിന്നെ ഞാൻ പേടിക്കാനൊന്നും ഇല്ലെന്നേ, ഇതൊക്കെ അച്ഛനും അമ്മയും വിശ്വസിക്കോ? അവരെ കൊണ്ട് ഞാൻ വിശ്വസിപ്പിച്ചാളെന്ന് പറയാം. ഈ കല്യാണക്കുറിയെ കാണിച്ചാൽ അവർക്ക് എന്തായാലും വിശ്വാസം ആവുമെന്ന് പറയാം. ദേവിന് നല്ല പേടിയുണ്ട്. ദേവ് പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയുണ്ട് കേട്ടോ. പേടിക്കാതിരിക്കുന്നു പറയാണ്. അങ്ങനെ അവർ രണ്ടും കൂടെ താഴേക്ക് വരുവാണ്. ഈ സമയം ദേവ് പറഞ്ഞു അതെ മറക്കാതെ പറഞ്ഞോട്ടോ. പിന്നീട് പറഞ്ഞു അങ്കിളെ എൻ്റെ കല്യാണമാണെന്ന് പറയണേ. അപ്പം ഞാനത് വർഷനെ വിളിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം. പെട്ടെന്ന് തന്നെ മഹിമയ്ക്ക് സംശയം തോന്നി. അല്ല കല്യാണക്കുറി ഇല്ലേന്ന് ചോദിക്കണം. ഇത് ഉണ്ടെന്ന് പറഞ്ഞ് കല്യാണക്കുറി അങ്ങോട്ട് കാണിക്കുവാണ്. പിന്നീട് പേരൊക്കെ ചോദിക്കുന്നുണ്ട്. പേരൊക്കെ മാറ്റിയാ പറയുന്നത്, ഒറിജിനൽ പേര് പറയാൻ പറ്റില്ലല്ലോ. ശരി എന്ന് പറയണേ. അതെ
അടുത്ത ദിവസം തന്നെ വന്നേക്കണം കേട്ടോ, വേണമെങ്കിൽ ഒരു ദിവസം മുമ്പ് വന്നേക്കാൻ പറയണം. ഇത് കേട്ടപ്പോൾ മഹിമ പറഞ്ഞു, ഒരു ദിവസം മുമ്പൊന്നും വരാൻ പറ്റില്ല, അവളെ വേണമെങ്കിൽ അന്നത്തെ ദിവസം ഒന്ന് വിട്ടേക്കാന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞ് ദേവുവാണ് വെപ്രാളപ്പെട്ടാ പോകുന്നത്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, പയ്യൻ എവിടെ ജോലിന്ന് ചോദിച്ചു. ആ സമയം ദേവുവിന് ആപ്പടെ വെപ്രാളമായി, എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. ഈ സമയം വർഷയാണ് ചാടിക്കറി പറഞ്ഞ IT കമ്പനിയിലാന്നുള്ള കാര്യം. അപ്പൊ ഇതൊക്കെ ഓർത്ത് ദേവുവിന് ടെൻഷൻ, ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ വരുമോ എന്ന് ഓർത്തിട്ടാ ദേവു പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നേ. അങ്ങനെ ദേവു പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും വർഷ പെട്ടെന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം മധുസൂദനോട് മഹിമ പറഞ്ഞു, എന്നാലും ഇവൾക്ക് എങ്ങനെ ഇങ്ങനെ ഈ ലോക്കൽ പെൺകുട്ടിയായിട്ട് എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അവളെ കണ്ടാലേ അറിയാം അവളൊരു സാധാരണക്കാരി പെൺകുട്ടിയാണ്, പക്ഷെ ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് മനസ്സിലാകത്തെന്ന് പറയാം. ഈ സമയം മധുസൂദൻ പറഞ്ഞു, നീ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കാനൊന്നും പോകണ്ട മഹിമയെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.